ഒരിക്കൽ ബി.ജെ.പിയുടെ മുഖമായിരുന്നു ലാൽകൃഷ്ണ അദ്വാനി. മോദി പ്രഭാവത്തിൽ മങ്ങിപ്പോയ ബി.ജെ.പി നേതാക്കളുടെ പട്ടികയിലെ പ്രമുഖൻ. എ.ബി. വാജ്പേയിയും എൽ.കെ. അദ്വാനിയുമായിരുന്നു പ്രാരംഭ ദിശയിൽ ബി.ജെ.പിയുടെ മുഖമായെത്തിയത്. ബി.ജെ.പിയുടെ സ്ഥാപക നേതാക്കൾ 1998 മുതൽ തുടർച്ചയായി ഗാന്ധിനഗർ തെരഞ്ഞെടുത്തത് അദ്വാനിയെയായിരുന്നു. 15-ാം വയസ്സിൽ RSS പ്രവർത്തകനായി പൊതുരംഗത്തിറങ്ങിയ വ്യക്തിയാണ് അദ്വാനി. 91-ാം വയസ്സിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നിർബന്ധിത പടിയിറക്കമാണ്. ദീർഘകാലം പാർലമെന്റിലും ദേശീയ രാഷ്ട്രീയത്തിലും ബി.ജെ.പിയുടെ മേൽവിലാസം തന്നെ അദ്വാനിയും വാജ്പേയിയുമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പി സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറംതള്ളിയതിൽ അദ്വാനിക്ക് കടുത്ത നിരാശയെന്നാണ് റിപ്പോർട്ടുകൾ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്ന് 5 തവണ ലോക്സഭയിലേക്ക് എത്തിയിട്ടുള്ള അദ്വാനിക്ക് പകരമായി ഇത്തവണ അവിടെ നിന്നും ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായാണ് ജനവിധി തേടുന്നത്. വിരമിക്കൽ പ്രായപരിധി കർശനമാക്കിയാണ് ബി.ജെ.പി ഇത്തവണ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. സീറ്റ് ലഭിക്കാത്തതിലല്ല, മറിച്ച് നിഷേധിച്ച രീതിയാണ് അദ്ദേഹത്തെ വേദനിപ്പിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ തന്നെ പറയുന്നു. ഇതുവരെ മുൻനിര നേതാക്കന്മാരൊന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടില്ല. വാജ്പേയി സർക്കാരിൽ അദ്വാനിയായിരുന്നു ഉപപ്രധാനമന്ത്രി. സീറ്റ് നിഷേധത്തോടെ മുതിർന്ന നേതാവിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പടിയിറക്കമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതേസമയം രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്വാനിയുടെ പ്രായം അതിനൊരു വിലങ്ങുതടിയാകുമെന്നുറപ്പാണ്. 15-ാം വയസ്സിൽ RSS പ്രവർത്തകനായി പൊതുരംഗത്തിറങ്ങിയ അദ്വാനിക്ക് 91-ാം വയസ്സിൽ ലഭിച്ചിരിക്കുന്നത് നിർബന്ധിത വിരമിക്കൽ. ശക്തരായ നേതാക്കളായ എൽ.കെ. അദ്വാനിയുടെയും എ.ബി. വാജ്പേയിയുടെയും ബലത്തിലായിരുന്നു ബി.ജെ.പി അറിയപ്പെട്ടിരുന്നത് തന്നെ. ബി.ജെ.പിയുടെ സ്ഥാപക നേതാക്കളായ ഇവരിൽ ഒരാൾ സൗമ്യനായിരുന്നുവെങ്കിൽ മറ്റേയാൾ കർക്കശക്കാരനായിരുന്നു. രാഷ്ട്രീയ നിലപാടുകളിലും ഈ മൃദുഖര വ്യത്യാസങ്ങൾ വ്യക്തമായിരുന്നു. വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോൾ അദ്വാനി ഉപപ്രധാനമന്ത്രിയായി. പ്രധാനമന്ത്രി പദം അദ്വാനിയുടെ അടുത്തെത്തിയപ്പോഴാകട്ടെ പഴയ ശിഷ്യന് വേണ്ടി മാറേണ്ടി വന്നത് ചരിത്രം. വാജ്പേയി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. അദ്വാനിയാകട്ടെ മത്സരിക്കാൻ മണ്ഡലം പോലുമില്ലാതെ രാഷ്ട്രീയ വിസ്മൃതിയിലേക്ക്. ഒരിക്കൽ ബി.ജെ.പിയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന എൽ.കെ. അദ്വാനിയുടെ വിശ്വസ്ത ശിഷ്യനായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ മോദിയും അമിത്ഷായും ബി.ജെ.പിയുടെ കടിഞ്ഞാൻ കയ്യിലെടുത്തോടെ അദ്വാനി യുഗത്തിന് പകുതി തിരശീല വീണു. കലഹിക്കാനൊരുങ്ങിയെങ്കിലും പ്രായം തടസ്സം നിന്നതോടെ ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനത്തിൽ ഒതുങ്ങി. RSSും അനുനയിപ്പിച്ചു. കഴിഞ്ഞ 5 വർഷവും ലോക്സഭയിൽ നിശബ്ദ സാക്ഷിയായിരുന്നു അദ്വാനി. ഒരിക്കൽ പോലും സഭയിൽ സംസാരിക്കാനായിട്ടില്ല. എങ്കിലും എല്ലാ ദിവസവും സഭയിലെത്തുന്ന കൃത്യതയുള്ള പാർലമെന്റേറിയനായിരുന്നു അദ്ദേഹം. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുൻപായി മുതിർന്ന നേതാക്കളെ ബന്ധപ്പെട്ട് സ്വയം വിരമിക്കാൻ ബി.ജെ.പി ദേശീയ ജനറൽ സെക്രട്ടറി രാംലാൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം അദ്വാനി അനുസരിക്കാൻ തയ്യാറായിരുന്നില്ല. മുതിർന്ന നേതാക്കൾ തന്നെ ബന്ധപ്പെടാൻ സന്നദ്ധത കാണിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. 2014-ൽ ബി.ജെ.പി അധികാരത്തിലേറിയ ഉടൻ അദ്വാനിയെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുതിർന്ന നേതാക്കളെയും പാർട്ടി ഉപദേശക സമിതിയിലേക്ക് മാറ്റിയിരുന്നു. അരുൺ ഷൂരി, യശ്വന്ത് സിൻഹ, മുരളി മനോഹർ ജോഷി എന്നിവരായിരുന്നു ബി.ജെ.പി ഉപദേശക സമിതി പാനലിലുണ്ടായിരുന്നത്. തുടർന്ന് തൊട്ടടുത്ത വർഷങ്ങളിലായി ഈ നേതാക്കളെ സുപ്രധാന ചുമതലകളിൽ നിന്നും പാർട്ടി പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തു. പിന്നീട് അദ്വാനി ഒഴികെയുള്ള മറ്റു നേതാക്കളെല്ലാം മോദി സർക്കാരിന്റെ കടുത്ത വിമർശകരായി മാറുകയുമുണ്ടായി.